ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് മരണാനന്തര കർമ്മങ്ങളെപ്പറ്റി നമ്മുടെ സുധാകരൻ കർമ്മി നിങ്ങളോട് അതിൻ്റെ ചടങ്ങുകളെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. ജനിച്ചാലും മരിച്ചോളാം. അപ്പൊ ദൈവം ജനിച്ചാലും മരിച്ചോളാം. ദൈവത്തിനോട് ജനിക്കാൻ പറഞ്ഞില്ലല്ലോ. ജനങ്ങളുണ്ടെങ്കിൽ മരണം ഉണ്ടാവും. ദൈവം ജനിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചു, അതുകൊണ്ട് അദ്ദേഹം മരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ മരിക്കാൻ കാരണം അദ്ദേഹം ജനിച്ചത് കൊണ്ടാണ്. അവിടെ വർക്ക് കഴിഞ്ഞപ്പം വേട നമ്പി ചെയ്തു, ഇരുമ്പാടി തറച്ചു, പോയസം കിട്ടിയിട്ടാണ് ദൈവം മരിച്ചത്. അപ്പം ഇവിടെ ജനിച്ചാൽ മരിച്ചോളം ഇവിടുത്തെ നിയമം. അപ്പോൾ നമ്മൾ അച്ഛനും മരിച്ചാൽ അങ്ങനെ കർമ്മം ചെയ്തോളം കാരണന്മാർ നമ്മൾ പറഞ്ഞു ഏൽപ്പിക്കാം. സൗണ്ട് എനർജി കൊടുക്കണം, ജലതർപ്പണം ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്തോളം കാരണന്മാർ പറഞ്ഞു ഏൽപ്പിക്കാം. എന്തിനാണ് അച്ഛനും മരിച്ചാൽ അങ്ങനെ കർമ്മം ചെയ്യേണ്ട ആവശ്യം? അച്ഛനും അമ്മയാണ് നമുക്ക് ഭൂമിയിലേക്ക് എൻട്രൻസ് ആണ്. മെഡിക്കൽ എൻട്രൻസ് നോക്കിയിട്ടില്ലേ? അതുപോലെ ഭൂമിയിലേക്ക് പ്രവേശനം നൽകിയത് അച്ഛനമ്മയാണ്. പ്രവേശനം നൽകുമ്പോൾ നമുക്ക് കുറേ വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ ഏൽപ്പിക്കുന്നു. നമുക്ക് ചന്ദ്രനിൽ പോയാൽ ഇൻസ്ട്രുമെന്റ്സ് വേണം, ചൊവ്വയിൽ പോയാൽ ആയുധങ്ങൾ വേണം. ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് വേണം. അതിൻ്റെ പേരാണ് പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, ചെവിയൊക്കെ തന്നത് അച്ഛനമ്മയാണ്. അമ്മേൻ്റെ വയറ്റിലൊരു മാംസകഷ്ണം, ഒരു മാസം മൂക്കുണ്ടാവും, ഒരു മാസം ചെവി ഉണ്ടാവും, ഒരു മാസം വായ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഭൂമിയിൽ നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും ആഗ്രഹിക്കുന്നതും. അപ്പോൾ നൽകിയതാരാ? അച്ഛനമ്മയും. ഈ അച്ഛനമ്മയും നൽകി ഈ സാധനം ഉപയോഗിച്ചാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നതും നടക്കുന്നതും ഓടുന്നതും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നൽകിയത് അച്ഛനമ്മയാണ്. ഇങ്ങനെ ജനിക്കുമ്പോൾ നമ്മളൊരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പേര് പുത്രൻ പുത്രി എന്ന് പറയാൻ കാരണം. പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അച്ഛനും അമ്മേനെയും ഭൂമിയിലും വിഷ്ണുലോകത്തേക്ക് എത്തിക്കുന്ന ആളില്ല. പുത്രി എന്ന് പറഞ്ഞാലും അതേ അർത്ഥം. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും മരിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, കാരണന്മാർ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മരിച്ചാൽ ചെയ്യും, നമ്മൾ കുട്ടികൾ ചെയ്യും. കുട്ടികളില്ലാത്തൊരു കർമ്മം അങ്ങനെ ചെയ്യും. കുട്ടികൾക്ക് സമമായിട്ട് ആരും ചെയ്തോളാം. കർമ്മം ഞാൻ ചെയ്യാൻ പാടില്ല എന്നില്ല, ആരും ചെയ്യാം. രാമായണത്തില് ജഡായു മരിച്ച സമയത്ത് ശ്രീരാമനാണ് കർമ്മം ചെയ്തത്. ശ്രീരാമന്റെ കുടുംബക്കാരനല്ല ജഡായു. അന്യന്മാർക്ക് വേണ്ടി ചെയ്യാം, സ്വന്തക്കാർക്ക് വേണ്ടി ചെയ്യാം, ശത്രുക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യാം. മഹാഭാരത യുദ്ധത്തിൽ ദുശാസനും ദുര്യോധനൊക്കെ കൊന്നു കളഞ്ഞത് അർജുനും ഭീമനും. അവരെ മണ്ണാന്ത് കർമ്മം ചെയ്ത അർജുനും ഭീമനും തരാം. ആർക്ക് വേണേൽ ചെയ്യാം. ഇന്നാൾ ചെയ്യാൻ പാടാന്ന്. മകൻ്റെ ഭാര്യയ്ക്ക് കർമ്മം ചെയ്യാം. മകൻ്റെ ഭാര്യനെ കൊണ്ടുവന്ന് എങ്ങനെയാണ് വീട്ടിലേക്ക് കയ്യിലൊരു വിളക്കായി. ആ വിളക്ക് വാങ്ങി വെച്ചിട്ട് നമ്മൾ ആദ്യം കൊടുക്കുക ഭക്ഷണം എന്താ? ബിരിയാണിയാണ്, അല്ല പാലും പഴം. ഒരു ദേവീനെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ആ ദേവീനോട് വിളക്ക് വാങ്ങി വെച്ചിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്ന നിവേദ്യമാണ് പാലും പഴം. ആ പാലും പഴവും കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പുത്രിയും ഭർത്താവിൻ്റെ വീട്ടിൽ ആരും മരിച്ചാലും അവർക്ക് ബലിയിടാം. അപ്പോൾ ആർക്കും ബലിയിടാം. ബലിയിട്ടാൽ എന്ത് കിട്ടും? അവസാന ചോദ്യം, ഈ കർമ്മമൊക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കാണാത്തൊരു വസ്തു, ഒരു മാണിക്യക്കല്ല് എല്ലാവരും ഉള്ളിലുണ്ട്. അതിൻ്റെ പേര് മനസ്സെന്നാണ്. എല്ലാവർക്കും കൂടി ഒറ്റ മനസ്സല്ല, ഓരോരുത്തർക്കും ഓരോ മനസ്സാണ്. ഈ മനസ്സിലുള്ള കുത്തു കോമ സ്ക്രാച്ചസ് ഒക്കെ മൈൻഡ് പോകും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. കിണ്ണം ദിവസം തേക്കുമ്പോൾ തിളങ്ങൂലേ? അതുപോലെ മനസ്സിൻ്റെ തിളക്കം കൂട്ടാൻ കൂടിയാണ് ഈ കർമ്മം ചെയ്തത്. മരിച്ചുപോയർക്ക് ഗുണം കിട്ടുന്നതോട് കൂടിയിട്ട് നമുക്കെന്ത് കിട്ടും? മനസ്സിൻ്റെ തിളക്കം കിട്ടും. ഈ കുത്തു കോമ സ്ക്രാച്ചസ് അവിടെ തന്നെ മുന്നോട്ടേ വിചാരിച്ചാലോ പിന്നെ അത് രൂപം മാറും. ശങ്കകൾ, തോന്നലുകളൊക്കെ ഉണ്ടാവും. വിട്ടുമാറാത്ത ചുമ എന്ന് പറയില്ലേ? അതുപോലെ മനസ്സിൽ സംശയങ്ങൾ, ശങ്കകളൊക്കെ വളർന്നു വരും. അങ്ങനെ വളർന്നു വരാതിരിക്കാൻ നമ്മൾ ദിവസേന ഈ കർമ്മങ്ങൾ ചെയ്യുന്നു. നാമം ചൊല്ലിയാൽ മരിച്ചുപോയവർക്ക് സൗണ്ട് എനർജി കിട്ടും. നമുക്കെന്ത് കിട്ടും? നമ്മുടെ ബുദ്ധിൻ്റെ ക്ലാരിറ്റി കിട്ടും. ആരോഗ്യമുള്ളൊരു ബുദ്ധി ഉണ്ടാവും. പഠിക്കാത്ത കുട്ടികൾ പറയുന്നത് നാമം ചൊല്ലി ബാധിക്കും, നാമം ചൊല്ലിയാൽ പരീക്ഷ ചെയ്താൽ. നാമം ചൊല്ലി കഴിഞ്ഞ് പഠിച്ചാൽ കൂടുതൽ മനസ്സിലാവും. അപ്പം നാമജപം മരിച്ചുപോയവർക്ക് സൗണ്ട് എനർജി ഉണ്ടാവും, നമ്മളെ ബുദ്ധിയിലെ ക്ലാരിറ്റി കിട്ടും. ജലതർപ്പണം, നാമജപം ക്രിയകളൊക്കെ ചെയ്താൽ മനസ്സിൻ്റെ തിളക്കം കിട്ടും. അപ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരം, ആരോഗ്യമുള്ളൊരു മനസ്സ്, ആരോഗ്യമുള്ളൊരു ബുദ്ധി ഉണ്ടാവാനാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. മനസ്സ്, ബുദ്ധി, ശരീരം, ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റ്, BMI ക്ലിയറായി വരും. അപ്പോൾ മരിച്ചുപോയവർക്ക് മാത്രമല്ല നമുക്ക് തന്നെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നു. ശ്രദ്ധിക്കും. വേറെ എന്തെങ്കിലും സംശയം ചോദിച്ചു. വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുക നമ്മൾ കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ്. ചിലർ പറഞ്ഞു ഞങ്ങൾ 11 മീൻകൂട്ടി പലം കുറിച്ചു. അങ്ങനെയില്ല. 11 കർമ്മം കഴിഞ്ഞാൽ മീൻ കൂട്ടാം. മനാന്ത കർമ്മം ബ്രാഹ്മിൻസൊക്കെ 11 ഇടും. എല്ലാവർക്കും 11 ഇടും. NSS ഉണ്ടാക്കിയ മന്നത്ത് പത്മനാഭൻ്റെ വീട്ടിൽ 11 ഇടും. അപ്പോൾ 11 നമ്മൾ ശാസ്ത്രീയമായിട്ട് വരും. ഇപ്പം നമ്മൾ പാരമ്പര്യമായിട്ട് 16 ചെയ്യുന്നത്. സുധരേട്ടാ, അപ്പം നേരത്തെ പറഞ്ഞത് 5ൻ്റെ അന്ന് അവിടെ
വെള്ളയിൽ ഇത് അസ്ഥി ശുദ്ധീകരിച്ച് കടപ്പുറം നിന്ന് അസ്ഥി വെള്ളത്തിലെടുത്ത് വെച്ച് 5 ദിവസം ബലിയിടും. അല്ല, അപ്പം സഞ്ചയനത്തിൻ്റെ സമയത്ത് നമ്മളത് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒഴുക്കുക പരിപാടി ഇല്ലേ? അപ്പം അതാണോ അതാണ് 5-ന്റെ അന്ന് പറയുന്നത്? 5 പരശുരാമ സങ്കേതാണ് നമ്മൾ വരയ്ക്കൽ കടപ്പുറം. അവിടെ വന്നിട്ട് ക്രിയകൾ ചെയ്യുമ്പോൾ 5 ദിവസം ബലി അതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒഴുക്കുന്നു. ശരി. കാലഘട്ടം പഴയതല്ല. പണ്ട് നെല്ലും പത്തായൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ പുറത്തിറങ്ങാൻ പാടില്ല. ഇപ്പം സഞ്ചാരം കഴിഞ്ഞാൽ ജോലിക്ക് വിട്ടു. നെല്ലും പത്തായൊക്കെ നമ്മൾ നശിപ്പിച്ചത് ഭൂപരിഷ്കരണ നിയമം നമുക്ക് മാത്രമല്ലേ വന്നത്. ക്രിസ്ത്യാനിറ്റി വന്നില്ല, നമ്മൾ പരിഷ്കരിച്ചില്ല. അപ്പൊ ജോലിക്ക് സഞ്ചാരം കഴിഞ്ഞാൽ ജോലിക്ക് പോയിക്കൂടാ. അതാണ് ഭാഗത്ത് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചില്ല. അതപ്പോ പറഞ്ഞത് കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കാം. നമ്മൾ തിരുനാവായ ചെയ്തോളാം. തിരുനാവായ ഒരു ഹൈക്കോടതിയാണ്. അവിടെ ദൈവത്തിന്റെ പേര് നവാമുകുന്ദനാണ്, വിഷ്ണു ഭഗവാനാണ്. പിന്നെ ഒരു സുപ്രീം കോടതി ഉണ്ട് തിരുനെല്ലി. അവിടെ തിരുനെല്ലി പെരുമാൾ എന്നാണ് ദൈവത്തിന്റെ പേര്. അതും വിഷ്ണു ഭഗവാനാണ്, വിഷ്ണുവിലേക്കാണല്ലോ. ഒന്നുകിൽ ഹൈക്കോടതി ചെയ്യാം, അല്ലെങ്കിൽ സുപ്രീം കോടതി ചെയ്യാം. അപ്പൊ ചിലർ ചെയ്യുന്ന പിന്നെ ഗുരുവായൂർ വരിട്ടാ പോലെ. അവിടെ ഈ ഗുരുവായൂർ വിഷ്ണു ആണല്ലോ, പക്ഷെ അവിടെ ഉണ്ണികൃഷ്ണൻ വിരാടൻ രൂപല്ല, ഇവിടെ നവാമുകുന്ദൻ.